ദിസ് ഈസ് ആക്ച്വലി എ റെയർ കേസ് സ്റ്റഡി. ഒരുപാട് പേര് സംസാരിച്ച് കേട്ടിട്ടുണ്ട്, എന്നാൽ പോലും ഇതിന്റെ റൂട്ട് എവിടെ നിന്നാണ്, ഈ ഒരു സ്പെക്യുലേഷൻ മാർക്കറ്റിൽ നടക്കുന്നതിന്റെ കാരണം എന്തൊക്കെയാണ് എന്ന് പലർക്കും അറിയാത്തതുണ്ട്. സോ ദിസ് വീഡിയോ ഇസ് ഫോർ മീ ടു പ്രൂവ് ദാറ്റ് വി ഡു ഹാവ് ദ സപ്പോർട്ട് അറ്റ് 30K. We are the fastest growing Malayalam cryptocurrency community in South India. മലയാളത്തിൽ ഡെയിലി ക്രിപ്റ്റോ അപ്ഡേറ്റ്സ്, ന്യൂസ്, ചാർട്ട് അനാലിസിസ്, പ്രൈസ് പ്രൊഡിക്ഷൻ ലഭിക്കുന്ന ദ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ. സൺഡേ സ്പെഷ്യൽ ലൈവ് സ്ട്രീം, എമർജൻസി ലൈവ് അപ്ഡേറ്റ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ടേൺ ഓൺ ദ നോട്ടിഫിക്കേഷൻ ബെൽ. തികച്ചും സൗജന്യമായ ക്രിപ്റ്റോയ്ക്കായി ചെക്ക് ഔട്ട് ദ ഡിസ്ക്രിപ്ഷൻ. ലെറ്റ്സ് ലേൺ ആൻഡ് ഏൺ ടുഗദർ. ബിറ്റ്കോയിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് 30Kയിൽ 30,000 USDTയിൽ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ദാറ്റ് ഈസ് അറൌണ്ട് 22 to 23 ലാഖിനിടയിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ സപ്പോർട്ടിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങി വന്ന് ബിറ്റ്കോയിൻ വീണ്ടും നല്ലൊരു അക്യുമുലേഷൻ നടത്തി ബൗൺസ് ബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഡിസ്കഷൻസ് എല്ലാം ഇങ്ങനെയാണ്. ബിറ്റ്കോയിൻ്റെ ബെയർ റണ്ണ് സ്റ്റാർട്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അൾട്ടെല്ലാം വിറ്റോളൂ, ബാക്കിയെല്ലാം മാർക്കറ്റിൽ നിന്ന് മാറ്റിക്കോളൂ, USDT മാറ്റിക്കോളൂ എന്നെല്ലാം നമ്മൾ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു ക്ലാരിഫൈ വൺ തിങ് ദാറ്റ് ഐ എം സ്റ്റിൽ ബുള്ളിഷ് ഓൺ ബിറ്റ്കോയിൻ. ബിക്കോസ് ഞാൻ ഇന്ന് എൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഡിസ്കഷനിൽ പറഞ്ഞൊരു കാര്യമാണ്, ബിറ്റ്കോയിൻ ഇപ്പോഴും ബെയർ റണ്ണിലേക്ക് എൻ്റർ ആയിട്ടില്ല. ആസ് ഫാർ ആസ് വി ഹാവ് ദാറ്റ് സ്ട്രോങ് സപ്പോർട്ട് അറ്റ് 30K, നമ്മൾ ഇനിയും ബിറ്റ്കോയിൻ്റെ ബെയർ റണ്ണിൽ എൻ്റർ ആയിട്ടില്ല. വീണ്ടും ബിറ്റ്കോയിൻ്റെ പുതിയ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് പമ്പ് ചെയ്യുന്നതായിട്ട് കാണാം. ഒരു 40K പ്രൈസ് റേഞ്ചിൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ബിറ്റ്കോയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ വൺസ് ദാറ്റ് റെസിസ്റ്റൻസ് ഇസ് ബ്രോക്കൺ, ദെൻ വി ക്യാൻ സീ ദ നെക്സ്റ്റ് പ്രൈസ് റേഞ്ച് ഇൻ ബിറ്റ്കോയിൻ വെരി സൂൺ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ രണ്ട് സെനാറിയോ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഒരു ലെങ്തനിങ് സൈക്കിൾ ആവാം, ഈ ഒരു ബിറ്റ്കോയിൻ്റെ ബുൾ റൺ ഒരു ലെങ്തനിങ് സൈക്കിൾ ആവാം അലോങ് വിത്ത് ദി ആൾട്ട് കോയിൻസ്. അതായത് ഒരു ഡിസംബർ കഴിഞ്ഞ് ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 2022 ആൾട്ട് കോയിൻ അല്ലെങ്കിൽ ബിറ്റ്കോയിൻ്റെ ഈ ഒരു ബുൾ റൺ അവസാനിക്കാൻ പോകുന്നത്. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് ഇതൊരു ലെങ്തനിങ് സൈക്കിൾ അല്ല, ഒരു 40K സപ്പോർട്ട് വീണ്ടും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ബുൾ റൺ അവസാനിക്കുന്നതായിട്ട് കാണാം. ബൈ ദ എൻഡ് ഓഫ് ഡിസംബർ നമുക്ക് 2021 കൂടി ഒരു ബുൾ റണ്ണിൻ്റെ ഒരു വൈൻഡ് അപ്പ് കാണാൻ പറ്റും. ആൻഡ് പീപ്പിൾ ആർ വറീഡ്, ഈ ബിറ്റ്കോയിൻ്റെ ബുൾ റൺ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചും ഒരു വറി നടക്കുന്നുണ്ട് മാർക്കറ്റിൽ. ഓഫ്കോഴ്സ് ഞാനൊരു ഇൻഫർമേഷൻ അതിനുവേണ്ടി പാസ് ഔട്ട് ചെയ്യാം. ബിറ്റ്കോയിൻ്റെ ബുൾ റൺ കംപ്ലീറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾട്ട് കോയിൻസ് എല്ലാം കൂൾ ഓഫ് ചെയ്യും, ബിറ്റ്കോയിനും കൂൾ ഓഫ് ചെയ്യും. ബട്ട് ഇഫ് ഇറ്റ് നെവർ കം ഡൗൺ, ഇപ്പോഴത്തെ ഒരു ഹോൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ 51 ലാഖാണ്. അപ്പോൾ ആ 51 ലാഖിനേക്ക് താഴത്തേക്ക് ഇറങ്ങാതെ തന്നെ സ്ട്രോങ് സപ്പോർട്ട് എടുത്ത് സൈഡിലേക്ക് കൺസോൾഡേറ്റ് പോകുന്നതായിട്ട് കാണാം. ഇഫ് ഇറ്റ് ബ്രേക്സ് ദാറ്റ് 51K ഇൻ ദി കമ്മിങ് ഫ്യൂ മന്ത്സ്. അതല്ലാതെ മാർക്കറ്റിൽ ഇപ്പോൾ ഇൻ കേസ് 30K സപ്പോർട്ട് നിങ്ങൾ പറയുന്ന പോലെ എടുത്തിട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ബിറ്റ്കോയിൻ്റെ ബെയർ റൺ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. സോ ഇഫ് ദറ്റ് ബെയർ റൺ സ്റ്റാർട്ട് ഇൻ ദി എൻഡ് ഓഫ് ഡിസംബർ ഓർ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 2022, ആൾട്ട് കോയിൻസിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും, പ്രൈസിൽ കാര്യങ്ങളും മാറ്റങ്ങളുണ്ടാവും. അവരും കൂൾ ഓഫ് ചെയ്യുന്നതായിട്ട് കാണാം. കാരണം വാട്ട് ഗോസ് അപ്പ് ഷുഡ് കംസ് ഡൗൺ എന്ന് പറഞ്ഞ പോലെ 500% മുകളിലേക്ക് പോകുന്ന ബിറ്റ്കോയിന് 50% ഗ്രോത്ത് കൂളിംഗ് ഓഫ് അത്യാവശ്യമാണ്. സോ ദാറ്റ് ഈസ് വാട്ട് ഹാപ്പനിങ് റൈറ്റ് നൗ. അതുപോലെ തന്നെ ഒരു സെയിം സെനാറിയോ ആയിരിക്കാം ബിറ്റ്കോയിൻ്റെ ബെയർ റണ്ണിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇഫ് ഇറ്റ് ഹാപ്പൻസ്, ആൾട്ട് കോയിൻസിലും അതിനായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു കൂൾ ഓഫ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൾട്ട് സീസൺ എന്ന് പറയുന്ന ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യും. ആൾട്ട് കോയിൻസിൽ എന്താ പറയുക, മാർജിൻ ഉണ്ടാവുന്ന, അതുപോലെ തന്നെ നല്ല ലാർജ് ചേഞ്ചസ് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് സെഡ്, ബിറ്റ്കോയിൻ്റെ ഇപ്പോഴത്തെ കേസ് സ്റ്റഡി ഞാൻ പറഞ്ഞൊരു റയർ കേസാണ്. കാരണം ഈ 30K സപ്പോർട്ട് എവിടെ നിന്ന് വന്നു എന്നുള്ളത് പലർക്കും സംശയമുണ്ട്. സോ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, കണ്ടന്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ നോളജിലേക്ക് വേണ്ടി മാറ്റിവെക്കുക. ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ്, ദാറ്റ്സ് ഐ ആം ഓൾ ഇൻ, ഐ ആം സ്റ്റിൽ ബുള്ളിഷ് ഓൺ BTC. ആൻഡ് ഞാൻ എൻ്റെ ആൾ പ്രൊഫൈലിലേക്ക് കുറച്ചും കൂടി കോയിൻസ് എൻ്റർ ആവാൻ പോകുന്നുണ്ട്, മേടിക്കാൻ പോകുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഐ വിൽ ബൈ മോർ ആൾട്ട് കോയിൻസ് ഇൻ ടു മൈ ലോങ് ടൈം പോർട്ട്ഫോളിയോ. ആൻഡ് ദിസ് ഇസ് മൈ പെർസ്പെക്റ്റീവ് ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു ദിസ്. നിങ്ങൾ ആരെങ്കിലും ആൾട്ട് കോയിനിലേക്ക് ഇനിയും മേടിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്ത് ലോങ് ടൈമിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ദിസ് ഇസ് എ ടൈം ടു ബൈ ഫോർ ദ ലോങ് റൺ. ഐ എം നോട്ട് സെയിങ് ഒരു ഷോർട്ട് റണ്ണോ സ്വിംഗ് ട്രേഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ എൻ്റർ ആവാൻ പറ്റിയ ഒരു ടൈം അല്ല, മൊമെൻ്റ് അല്ല എന്നൊരിക്കലും ഞാൻ പറയില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഇതിനെല്ലാം നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യണം, പ്രൈസ് പ്രഡിക്ഷൻസ് നോക്കണം, അതുപോലെ തന്നെ ബ്രേക്ക്ഔട്ട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ആൻഡ് യു മസ്റ്റ് നോ വാട്ട് ആർ ദ സപ്പോർട്ട് റേഞ്ച് ആൻഡ് വാട്ട് ആർ ദ റെസിസ്റ്റൻസ് റേഞ്ച്. ഇതെല്ലാം അറിഞ്ഞ് കുറച്ച് ടെക്നിക്കൽ അനാലിസിസും അനുഭവവും പരിചയവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ എൻ്റർ ആവാം. നിങ്ങൾക്ക് ഒരു സമയം പോലും ഒരു എക്സാക്ട് മൊമെൻറ്റ്, അതായത് ഇപ്പോൾ ഇത്ര മണിക്ക് മേടിക്കാം എന്നൊരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഐ ക്യാൻ ടെൽ യു ദാറ്റ് വാച്ച് ദ ചാർട്ട് നൗ ആൻഡ് ദെൻ. ഒരു 5:30 ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്ന് എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്. So note that point. Without any further introduction, let's get into the chart. So we want to know why Bitcoin is having that 30K support.
സോ നമുക്ക് ആദ്യം ബിറ്റ് കോയിൻ്റെ കേസിൽ INRലെ 1 ഡേ ടൈം ഫ്രെയിമിലെ ചാർട്ട് എടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് കാണാൻ പറ്റും. 22 to 23 ലാക്കിനിടയിലായിട്ട് ഒരു സ്ട്രോങ് അക്യുമുലേഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ബിറ്റ് കോയിൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തീർച്ചയായിട്ടും ബിറ്റ് കോയിൻ്റെ വലിയൊരു ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ, അതായത് ഒരു വലിയൊരു അക്യുമുലേഷൻ തന്നെ സംഭവിക്കുന്നതായിട്ട് കാണാൻ പറ്റും. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നെ കാണാൻ പറ്റും. അപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അധികം ആൾക്കാർ എൻട്രി ആയി മേടിച്ചു. ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ റീറ്റെയിൽ ബയേഴ്സ് മാത്രമല്ല ഹ്യൂജ് ഇൻവെസ്റ്റേഴ്സും അടക്കം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഉണ്ട് എന്ന് പലപ്പോഴായി ഞാൻ പറയുന്നു. ആൻഡ് അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചാണ്. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു പ്രൈസ് റേഞ്ചാണ്. സോ അക്യുമുലേഷൻ സംഭവിച്ചു, ബിറ്റ് കോയിൻ ബൗൺസ് ബാക്ക് ചെയ്തു. ഇപ്പോൾ നിൽക്കുന്നത് ഏകദേശം 25,64,000 എന്ന് പറയുന്ന റുപ്പീസ് പ്രൈസ് റേഞ്ചിന് മുകളിലേക്കാണ്. സോ ഇന്നത്തെ ക്യാൻഡിൽ 25,64,000 മുകളിലേക്ക് ക്ലോസ് ആയി കഴിഞ്ഞാൽ, ഈവൻ ഇഫ് ഇറ്റ് ഇസ് റെഡ് ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ, നാളത്തെ ക്യാൻഡിൽ ഓപ്പൺ ആയതിനു ശേഷം 25,64,000 മുകളിലേക്ക് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഒരു ക്യാൻഡിൽ ഒരു ബ്രേക്ക് ആവുന്നതിന് കാണുന്നുണ്ടെങ്കിൽ ഈ 27 ലാക്കിലേക്കും അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് 28 ലാക്കിലേക്കും മുകളിലേക്ക് പമ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. First thing. Second thing, if we can't see a candle closing above 25,64,000, അതിന് താഴത്തേക്ക് ക്ലോസ് ആയി കഴിഞ്ഞാൽ, സോ ദാറ്റ് ഈസ് ദി സെക്കൻഡ് കേസ് ഐ എം ടെലിംഗ് യു റൈറ്റ് നൗ, താഴത്തേക്ക് ക്ലോസ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഈ പറയുന്ന 25 ലാക്കും 24 ലാക്കും ഒരു സപ്പോർട്ട് റേഞ്ചിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് കാണാം. ഈ രണ്ട് സപ്പോർട്ടിലേക്ക് ഇറങ്ങി വന്നാലും ബിറ്റ് കോയിൻ്റെ കേസിൽ വീണ്ടും ഒരു ബൗൺസ് ബാക്ക് ഉണ്ടാവും. അൾട്ട്കോയിൻ്റെ കേസിൽ നല്ലൊരു കറക്ഷൻ ഉണ്ടാവും. വീണ്ടും നിങ്ങൾക്ക് എൻ്റർ ആവാനുള്ള ഒരു മൊമെൻ്റ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ഒരു ഷോർട്ട് പീരീഡിൽ നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വാച്ച് ദ ചാർട്ട് നൗ ആൻഡ് ദെൻ. സോ ലെറ്റ്സ് കം ടു ദ സീരിയസ് മാറ്റർ. ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ബിറ്റ് കോയിൻ്റെ കേസിൽ വി ആർ സീയിങ് ദാറ്റ് 30K സപ്പോർട്ട്. ഇത് എവിടെ നിന്നാണ് വന്നത് 30K സപ്പോർട്ട്? സോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ബിറ്റ് കോയിൻ്റെ 1 വീക്ക് ടൈം ഫ്രെയിമിലെ ചാർട്ടാണ് INRൽ. ഐ വിൽ ഓൾസോ ഷോ യു ദി USDT ചാർട്ട്. സോ ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്ന 30K സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ കാണുന്ന ബ്ലൂ ലൈൻ ആണ്. സോ വാട്ട് ഇസ് ദിസ്? പലരും പറയുന്ന ഒരു പ്രൈസ് റേഞ്ച് ആണ് ഈ 30K സപ്പോർട്ട് എന്നുള്ളത്. സോ ദിസ് ഈസ് ഹൗ ദ ബിറ്റ് കോയിൻ ഇസ് ഗെറ്റിംഗ് ദ 30K സപ്പോർട്ട്. കാരണം ബിറ്റ് കോയിൻ്റെ വീക്കിലി ടൈം ഫ്രെയിമിൽ 50 മൂവിങ് ആവറേജ് വെച്ചുകൊണ്ടുള്ള ഒരു ലൈന് അവിടെ വന്നിട്ടുണ്ട്. സോ ആ ലൈന് ഓൾമോസ്റ്റ് ടച്ച് ആവുന്ന പ്രൈസ് എന്ന് പറഞ്ഞത് 20 to 23 ലാക്കിനും ഇടയിലാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് കോയിൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് സപ്പോർട്ട് ആയിട്ട് അത് ആക്ട് ചെയ്യും. അവിടെ നിന്ന് ബൗൺസ് ബാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഇപ്പോഴത്തെ സിനാറിയോ മാത്രമല്ല, ഈ പാസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാർച്ച് സമയത്ത് 2020 നമ്മളൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ബിറ്റ് കോയിനിൽ കണ്ടു. ഈ ഒരു ഫോള് കണ്ടു, ആ ഒരു കൊറോണ സമയത്ത് ഉണ്ടായിരുന്ന ഫോള്. അതിനുശേഷം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല സമയത്തായിട്ട് ഈ 50 മൂവിങ് ആവറേജ് വാസ് സപ്പോർട്ടിങ് ദ ഹോൾ ടൈം ചാർട്ട് പ്രൈസ് റേഞ്ച്. അതിനുശേഷം 50 മൂവിങ് ആവറേജിന് മുകളിലേക്ക് കയറി, ദെൻ അഗെയിൻ വി സോ അനദർ പമ്പ് മുകളിലേക്ക് കയറുന്നതായിട്ട് കണ്ടു അല്ലേ. സോ അപ്പോൾ ആ ഒരു സപ്പോർട്ട് റേഞ്ച് ആണ് പലരും പറയുന്ന ഈ 50 മൂവിങ് ആവറേജ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഓൺ ദ USDT ചാർട്ട്. പലരും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, മിർസാബ USDT മറക്കരുത്. സോ ഹിയർ വി ആർ അറ്റ് ദ USDT ചാർട്ട്. നിങ്ങൾ കാണുന്ന ഈ 30K സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്. ലെറ്റ് മീ ഷോ യു ദിസ്. സീ 30,065 rupees 65 USDT 1 വീക്ക് ടൈം ഫ്രെയിമിലെ ചാർട്ടാണ്, USDT പയറിലെ ചാർട്ടാണ്. 30K സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ബിറ്റ് കോയിൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, ഇത് ഞാൻ വരച്ചത് ഏകദേശം 1 വീക്ക് മുമ്പാണ്. ഈ ഒരു ഗ്രീൻ ബോക്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ സ്ട്രോങ് അക്യുമുലേഷൻ സംഭവിക്കും എന്നുള്ള കാര്യം കൺഫേം ആണ്. ദാറ്റ് ഈസ് വൈ ഐ ആം ഓൾ ഇൻ. ഐ ആം സ്റ്റിൽ ബുള്ളിഷ് ഓൺ BTC. പീപ്പിൾ ആർ ബൈയിങ് ബിറ്റ് കോയിൻ. പീപ്പിൾ ആർ നോട്ട് സെല്ലിംഗ് ഓഫ്. പീപ്പിൾ ആർ സ്റ്റിൽ ബൈയിങ് ബിറ്റ് കോയിൻ. സോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഇൻ ബിറ്റ് കോയിൻ. ആൻഡ് ഡെഫിനറ്റ്ലി ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ദിസ് ഈസ് ദ ടൈം ടു ബൈ എന്ന് ഞാൻ പറഞ്ഞത് ഫോർ ദ ലോങ് റൺ. ഇൻ മൈ ലോങ് ടേം പോർട്ട്ഫോളിയോ ഐ വിൽ ഡെഫിനറ്റ്ലി അക്യുമുലേറ്റ് മോർ ആൾട്ട് കോയിൻസ്. ആൻഡ് ഓഫ് കോഴ്സ് കുറച്ച് ബിറ്റ് കോയിനൊക്കെ മേടിച്ച് ഞാനൊരു വളരുന്ന മില്യനെയർ ആയി മാറാൻ ആഗ്രഹിക്കുന്നു. ദാറ്റ് ഈസ് മൈ ഡ്രീം. പീപ്പിൾ യൂസ് ടു ആസ്ക് മീ വാട്ട് ഈസ് യുവർ ഡ്രീം. ഐ എം ചേസിങ് മൈ ഡ്രീംസ് ആക്ച്വലി. ഓൾ റൈറ്റ്. സോ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ബിറ്റ് കോയിൻ്റെ ഞാൻ USDTയിലെ ചാർട്ടിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അപ്ഡേറ്റ് തന്നിട്ടില്ല. സോ ഐ വിൽ ടെൽ യു വാട്ട് ഷുഡ് ഹാപ്പൻ ഇൻ ദ നെക്സ്റ്റ് കമ്മിങ് ഫ്യൂ ഡേയ്സ് ഹവേഴ്സ് ഇൻ BTC. USDT പെയറിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ നിങ്ങൾ ഈ കാണുന്ന ഗ്രീൻ ബോക്സ് എന്ന് പറയുന്നത് 35 to 40K സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. സോ ഈ റെസിസ്റ്റൻസ് എടുക്കലാണ് നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇഫ് ഇൻ കേസ് ഇന്നത്തെ ഡെയിലി ക്യാൻഡിൽ 33Kക്ക് മോർ 33,500Kക്ക് മുകളിലേക്ക് ക്ലോസ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 32Kയിലേക്കോ അല്ലെങ്കിൽ 30Kയിലേക്കോ ഒക്കെ ഇറങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും.
ആൻഡ് ഓഫ് കോഴ്സ് അതൊരു നല്ലൊരു അക്യുമുലേഷൻ പോയിന്റ് ആണ്. INR ഒന്ന് നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക. ആൻഡ് ഓഫ് കോഴ്സ് വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസോ കാര്യങ്ങളോ INR-ഉം USDT തമ്മിൽ ഉണ്ടാവണമെന്നില്ല. ആൻഡ് ഡെഫിനറ്റ്ലി പലർക്കും സംശയമുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം INR-ൽ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പലർക്കും USDT-ൽ ചെയ്യുമ്പോൾ കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ പേഴ്സണൽ റിവ്യൂ എന്ന് പറഞ്ഞത് INR ആണ് കുറച്ചും കൂടി കംഫർട്ടബിൾ, ബട്ട് USDT ആണ് എപ്പോഴും ബെറ്റർ. Vazarex ആണ് എപ്പോഴും കംഫർട്ടബിൾ. ലേൺ ഫ്രം Vazarex ആൻഡ് ദെൻ അഗെയിൻ ഷിഫ്റ്റ് ടു ബിനാൻസിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് ലിങ്ക് നമ്മളെ അബൌട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഡോണ്ട് ഫോർഗെറ്റ് ടു ചെക്ക് ഇറ്റ് ഔട്ട്. സോ ദിസ് ഈസ് ദ കേസ് സ്റ്റഡി ഓഫ് BTC ആൻഡ് ദിസ് ഇസ് വാട്ട് BTC ഗോണ ഡു ഇൻ ദ നെക്സ്റ്റ് കമ്മിങ് ഡേയ്സ്. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ട് ബിറ്റ്കോയിൻ്റെ കേസിൽ. ബിറ്റ്കോയിൻ എന്ത് സംഭവിക്കുമോ അതിനനുസരിച്ച് അവർ ആൾ പ്രൊഫൈലും ഒരുപാട് ചേഞ്ചസും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സും സംഭവിക്കും. അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ്, ഐ എം സ്റ്റിൽ ബുള്ളിഷ് ഓൺ BTC ആൻഡ് BTC വിൽ ഗ്രോ വെരി സൂൺ. ബിക്കോസ് ഈ ബുൾ റൺ അവസാനിച്ചിട്ടില്ല. കാരണം എൽ സാൽവഡോർ ബിറ്റ്കോയിൻ്റെ അക്സെപ്റ്റൻസ് കൊണ്ടുവന്ന് ലീഗൽ ടെൻഡറായിട്ട് അക്സെപ്റ്റ് ചെയ്തു. മാർക്ക് ക്യൂബൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്രോ സ്ട്രാറ്റജി ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ്, ഒരുപാട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഇൻ Bitcoin. Then how come Bitcoin will lose that 30K support? No, it will never happen. That is what I believe. That is what we all are believing. And of course, in the next few years, ഇനി അടുത്തൊരു 2-3 വർഷം കഴിഞ്ഞാലായിരിക്കാം ഞാൻ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളത് പലരും വിശ്വസിക്കുകയുള്ളൂ. കാരണം ഇപ്പോൾ നമ്മൾ മേടിക്കാൻ ആഗ്രഹിക്കുന്ന കോയിൻസിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൈസ് ആയിരിക്കും. എന്നാൽ പോലും പലർക്കും അതൊരു വലിയ പ്രൈസായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 1 or 2 years, ജസ്റ്റ് വാച്ച്, ആഫ്റ്റർ 1 or 2 years നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം അയ്യോ അപ്ലൈ മേടിക്കായിരുന്നു എന്നാണ്. ബിക്കോസ് I was there. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം ആ ഒരു ഇമോഷൻ എന്താണെന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഡോണ്ട് മിസ് ഔട്ട് യുവർ ചാൻസ്. ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് ടു ബൈ എനി ആൾ കോയിൻസ്, എനി ബിറ്റ് കോയിൻസ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസിനെ ബോധർ ചെയ്യാത്ത ഒരു എമൗണ്ട് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരുപാട് പേര് കമ്പയർ ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് ഈസ് ബെറ്റർ, ക്രിപ്റ്റോ ഈസ് ബെറ്റർ, ക്രിപ്റ്റോ റെഗുലേഷൻസ് ഇല്ല, അതില്ല ഇതില്ല മറ്റേല്ല മറിച്ചില്ല. ദിസ് ഈസ് ദ ഫ്യൂച്ചർ. വി ആർ ഹിയർ in this crypto world. This is a future. അതെന്തായാലും ഇതിൻ്റെതായ റെഗുലേഷൻസ് കാര്യങ്ങളും വരും. ഇന്ത്യ എന്തായാലും ക്രിപ്റ്റോ കറൻസിയെ അക്സെപ്റ്റ് ചെയ്യും. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തെ എംബ്രേസ് ചെയ്യും. ബട്ട് അതിന് മുമ്പായിട്ട് ഒരുപാട് റെഗുലേഷൻസ് കാര്യങ്ങൾ വേണം. ഇത് മാനേജ് ചെയ്യുന്ന എൻറ്റിറ്റീസിനെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്, റെഗുലേഷൻസ് കൊണ്ടുവരേണ്ടതുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. ഓഫ് കോഴ്സ് ദർ വിൽ ബി സോ മെനി സെനാറിയോസ്. ലൈക്ക് ഇപ്പോൾ വാസറെക്സിന് EDയുടെ നോട്ടീസ് കോഴ്സ് വന്ന പോലെ തന്നെ ഒരുപാട് കേസുകൾ കാര്യങ്ങൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ആൻഡ് മീൻ വൈൽ വാട്ട് വി മസ്റ്റ് ഡു ആസ് എ ക്രിപ്റ്റോ enthusiast, as a crypto investor, നമ്മൾ എന്ത് ചെയ്യണം? Be strong, stay strong. And one more important thing, the last but not the least thing, is that patience is the key to success. So hold on for your dear life. This is your Crypto Master signing off from Crypto Tribe, and I will be seeing you very soon. Godspeed.